പൂരങ്ങളും ഉത്സവാഘോഷങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഉപവാസം സംഘടിപ്പിച്ചു. ആനെഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിൽ ഉത്തരവിട്ട ജഡ്ജിമാർക്കെതിരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പൂരപ്രേമി സംഘം പരാതി നൽകി. തൃശൂർ ശക്തൻ നഗറിൽ പുനഃസ്ഥാപിച്ച ശക്തൻ തമ്പുരാന്റെ പ്രതിമയുടെ അനാച്ഛാദനം വൈകുന്നു. പുനഃസ്ഥാപിച്ചിട്ട് 1 മാസമായിട്ടും പ്രതിമ മൂടിക്കെട്ടിയ നിലയിൽ തന്നെ. അത് ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് തെറ്റായിട്ട് വരുന്നത്, എങ്ങനെയാണ് ഞാൻ ഇടതുപക്ഷ വിരുദ്ധനാവുന്നത്, എങ്ങനെയാണ് നിക്ഷിപ്ത താല്പര്യക്കാരനാവേണ്ടത്, അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ചോദിക്കുന്നത്. സാംസ്കാരിക സ്ഥാപനങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇറ്റ്ഫോക് മാറ്റിവെച്ചതിൽ എതിർക്കുന്നവരെ ഇടതുവിരുദ്ധരായി ചിത്രീകരിക്കുന്നതായി ആക്ഷേപം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വീണ്ടും ഇഡിയുടെ പരിശോധന. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവരെടുത്ത ലോണിന്റെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചു. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. ഏകാദശിക്കൊരുങ്ങി ഗുരുഭവനപുരി. പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മധുരമായി. ചാവക്കാട് താലൂക്ക് പരിധിയിൽ ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവില്ലാമല പുനർജനി നൂടൽ നാളെ. പാപമോചനം തേടി ആയിരക്കണക്കിന് ആളുകൾ തിരുവില്ലാമലയിലെത്തും. നമസ്കാരം. വാർത്തകൾ വിശദമായി. പൂരങ്ങളും ഉത്സവാഘോഷങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉത്സവ പ്രതീതിയോടെയായിരുന്നു ഉപവാസ സമരം. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം തകർക്കാൻ ഗൂഢാലോചനയുണ്ടോ എന്നത് സംശയിക്കുന്നതായും ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിച്ച് പൂരം ഇല്ലാതാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും മേയർ പറഞ്ഞു. അമ്പലങ്ങളിൽ മാത്രമല്ല പള്ളികളിൽ നോയമ്പ് നേർച്ചയ്ക്കും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ആനകളെ തന്നെയാണ്. ആ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ മേളക്കാർ അവിടെ നിന്ന് 5 മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കണം എന്നും പറയുന്നതും നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതോ ചിലരുടെ പ്രത്യേക താല്പര്യം കൊണ്ട് ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിച്ച് അതില്ലായ്മ ചെയ്യുന്നതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. തൃശൂർക്കാർ അത് ഒരിക്കലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട് അധ്യക്ഷനായിരുന്നു. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലായിരുന്നു ഉപവാസ സമരം. മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാർ, കോർപ്പറേഷൻ കൗൺസിലർ N പ്രസാദ്, തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി P ശശികുമാർ, പൂരപ്രേമി സംഘം സെക്രട്ടറി അനിൽകുമാർ മോച്ചാട്ടിൽ, വിനോദ് കണ്ടങ്കാവിൽ, നന്ദൻ വാഗിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മേളം, തായമ്പക, കൊമ്പുവറ്റ്, കുഴൽപ്പറ്റ്, നാദസ്വരം, സോപാന സംഗീതം തുടങ്ങിയ വാദ്യങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമായി അരങ്ങേറി. TC വിനോസ്, തൃശൂർ. ആനെഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിൽ ഉത്തരവിട്ട ജഡ്ജിമാർക്കെതിരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പൂരപ്രേമി സംഘം പരാതി നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർക്കെതിരെയാണ് പരാതി. മൃഗസംരക്ഷണ സംഘടനയായ പെറ്റയുടെ അഭിഭാഷകനായിരുന്നു ഹൈക്കോടതി ജഡ്ജി P ഗോപിനാഥിനെതിരെയാണ് പരാതി. ആനെഴുന്നള്ളിപ്പ് കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റണമെന്നും കേരളത്തിൽ ആചാരപ്പെരുമ തകർക്കാൻ വിദേശ ഗൂഢാലോചനയുണ്ടെന്നും പൂരപ്രേമി സംഘം പരാതിയിൽ ആരോപിച്ചു. സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ട് തമിഴ്നാട് നിയമസഭ നിയമനിർമ്മാണത്തിലൂടെ നിലനിർത്തിയ മാതൃക സ്വീകരിച്ച് കേരളം ആനയെഴുന്നള്ളിപ്പിനും വെടിക്കെട്ടും സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സുരക്ഷിതമായ ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും പര്യാപ്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും അപ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും ഭേദഗതികളുമായി കേരളത്തിന്റെ പൈതൃകമായ ഉത്സവങ്ങളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ചട്ടങ്ങളിലും നിയമങ്ങളിലും പ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഭേദഗതികൾ വരുത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം. ശിവകാശി ലോബിയുടെ സ്വാധീനമാണ് വെടിക്കെട്ടിനുള്ള പെസോയുടെ നിയന്ത്രണത്തിന് പിന്നിൽ. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിന് ശിവകാശി ലോബിക്ക് നിരോധിത രാസവസ്തു ഉപയോഗിക്കാമെന്നും കേരളത്തിലെ പരമ്പരാഗത വെടിക്കെട്ട് നിർമ്മാതാക്കൾക്ക്
അതുപയോഗിക്കാൻ പാടില്ലെന്നും പറയുന്നത് രണ്ട് നീതിയാണ്. ഉത്സവങ്ങളും ആന എഴുന്നള്ളിപ്പുകളും ഒഴിവാക്കണമെന്ന് വാദിക്കുന്നവരെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തരുതെന്നും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശനിയാഴ്ച കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഉത്സവ രക്ഷാ സംഗമം സംഘടിപ്പിക്കും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ, ഉത്സവ പെരുന്നാൾ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, വൈസ് പ്രസിഡന്റ് എ കുമാരൻ, മറ്റു ഭാരവാഹികളായ എൻ സോമൻ നെന്മാറ, ഹരിദാസ് പാടാശ്ശേരി, സി പ്രവീൺ കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ശക്തൻ നഗറിൽ KSRTC ബസ്സിടിച്ച് തകർത്ത ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനഃസ്ഥാപിച്ചിട്ട് 1 മാസമായിട്ടും മൂടിക്കെട്ടിയ നിലയിൽ തന്നെ. പ്രതിമയുടെ പുനഃസ്ഥാപനത്തിനാവശ്യമായ തുക കൈമാറാത്തതാണ് പ്രതിമയുടെ അനാച്ഛാദനം വൈകാൻ ഇടയാക്കുന്നതെന്നാണ് ആരോപണം. തൃശൂർ നഗരത്തിന് ആധുനിക മുഖം നൽകിയ തൃശൂരിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാന്റെ പ്രതിമ കഴിഞ്ഞ ജൂൺ 9-നാണ് KSRTC ബസ്സിടിച്ച് തകർന്നത്. തുടർന്ന് മന്ത്രിമാർ ഇടപെട്ട് പ്രതിമയുടെ കേടുപാടുകൾ തീർക്കാനായി പ്രതിമ നിർമ്മിച്ച ശില്പി കുന്നുവിള മുരളിയുടെ തിരുവനന്തപുരത്തെ നിർമ്മാണ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം നവംബർ 15-നാണ് പ്രതിമ തൃശൂരിൽ തിരികെ എത്തിച്ചത്. അന്ന് തന്നെ പുതിയതായി പണിതീർത്ത പീഠത്തിൽ മൂടിക്കെട്ടിയ നിലയിൽ തന്നെ പ്രതിമ പുനഃസ്ഥാപിച്ച ശേഷം ശില്പിയും സംഘവും മടങ്ങി. പിന്നീട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതല്ലാതെ പ്രതിമ പുനഃസ്ഥാപിച്ച് 1 മാസം കഴിഞ്ഞിട്ടും അനാച്ഛാദനം നടത്താനാകാതെ പ്രതിമ മൂടിക്കെട്ടിയ നിലയിൽ തന്നെയാണ്. ചുറ്റുവട്ടത്തിന്റെ സൗന്ദര്യവൽക്കരണം നടത്തി പ്രതിമയുടെ അനാച്ഛാദനം ഉടൻ നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പ്രതിമ സ്ഥാപിച്ച ശേഷം ഒരു പ്രവൃത്തിയും ഇവിടെ നടത്തിയിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിമയും പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന റൗണ്ടും മൂടിമറച്ച നിലയിൽ അനാഥമായി കിടക്കുകയാണ്. പ്രതിമയുടെ അനാച്ഛാദനം ഉടൻ നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് BJP നേതാക്കൾ. TCV ന്യൂസ്, തൃശൂർ. സാംസ്കാരിക സ്ഥാപനങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇറ്റ്ഫോക്ക് മാറ്റിവെച്ചതിൽ എതിർക്കുന്നവരെ ഇടതുവിരുദ്ധരായി ചിത്രീകരിക്കുകയാണെന്ന് ആക്ഷേപം. സർക്കാർ സഹായധനത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ചിലവുകൾ സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന ധനവകുപ്പിന്റെ പുതിയ നിലപാടാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. കേരള കലാമണ്ഡലം, സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങൾ സർക്കാർ സഹായധനത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. പുതിയ തീരുമാനപ്രകാരം ശമ്പളവും പെൻഷനുമെല്ലാം നൽകേണ്ടത് ഈ സ്ഥാപനങ്ങളുടെ ബാധ്യതയാണെന്ന നിലവന്നു. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനമെടുത്തത് ധനവകുപ്പിന്റെ പുതിയ നിലപാടിനെ തുടർന്നാണ്. സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സഹായം വെട്ടിക്കുറച്ചത് അക്കാദമികളുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചു. അന്താരാഷ്ട്ര സാഹിത്യോത്സവം, കൊച്ചി ബിനാലെ, കേരളീയം തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾ നടത്തേണ്ട കാര്യവും അനിശ്ചിതത്വത്തിലായി. സാംസ്കാരിക സ്ഥാപനങ്ങൾ നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണെന്ന് തൃശൂരിൽ നടന്ന അക്കാദമി എംപ്ലോയീസ് യൂണിയൻ CITU സമ്മേളനം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സംഗീത നാടക അക്കാദമി 2025 ആദ്യത്തിൽ നടത്തേണ്ടിയിരുന്ന അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് മാറ്റിവെച്ചു. ഈ വിഷയത്തിൽ ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ എതിർപ്പറിയിച്ചിരുന്നു. നടനും സാഹിത്യകാരനുമായ നന്ദകിഷോർ എതിർപ്പറിയിച്ച് സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ചു. എന്നാൽ നിലപാട് പ്രഖ്യാപിക്കുന്നവരെ നിക്ഷിപ്ത താൽപര്യക്കാരായി ചിത്രീകരിക്കുകയാണെന്നാണ് ആക്ഷേപം. ചോദ്യം ചെയ്യുന്നവരെ സർക്കാർ വിരുദ്ധരും ഇടതുപക്ഷ വിരുദ്ധരുമായി ചിത്രീകരിക്കുകയാണെന്ന് സംവിധായകൻ പ്രിയനന്ദനൻ TCVയോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇറ്റ്ഫോക്ക് ഇല്ലാത്തത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ സാധാരണ രീതിയിൽ ഉന്നയിച്ചു പോകുന്നതാണ്. അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു പോകുമ്പോൾ അത് വളരെ അക്കാദമിയുടെ നേരിട്ടുള്ള അഭിപ്രായത്തിൽ പറയുന്നത് നമ്മളെ നിക്ഷിപ്ത താല്പര്യക്കാരാക്കുക, ഗവൺമെൻറ്റിനെതിരെയുള്ള ആളാക്കി മാറ്റുക, അങ്ങനെ നേരെ വിരുദ്ധനാക്കി മാറ്റാവുന്ന ഒരു സങ്കല്പം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇല്ലാതാവുമ്പോഴത് ചൂണ്ടിക്കാണിക്കാനും ശ്രദ്ധ ക്ഷണിക്കേണ്ടതുമല്ലേ ഒരർത്ഥത്തിൽ ഏറ്റവും ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായ ഒരു ഇടപെടൽ കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിൻ്റെ ഒരു ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നതാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് തെറ്റായിട്ട് വരുന്നത്? എങ്ങനെയാണ് ഞാൻ ഇടതുപക്ഷ വിരുദ്ധനാവുന്നത്? എങ്ങനെയാണ് നിക്ഷിപ്ത താല്പര്യക്കാരനാവേണ്ടത്? അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ചോദിക്കുന്നത്. TCV, തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കരുവന്നൂർ ബാങ്കിലെത്തി. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങളാണ് ED ശേഖരിച്ചത്. അനധികൃത വായ്പയെടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കം നടക്കുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് ബാങ്കിലെത്തി മേൽവിലാസം ശേഖരിച്ചത്. കരുവന്നൂർ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള നിരവധി പേർക്ക് തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചിരുന്നു. എടുത്ത വായ്പയ്ക്കുള്ള മൂല്യം ഭൂമിക്കില്ലെന്ന് വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ
സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഇഡിയുടെ തീരുമാനം. ജാമ്യോത്തരവിലെ ചില പരാമർശങ്ങൾ നീക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടും. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ഇഡിക്ക് അതൃപ്തി. ഹൈക്കോടതി ഉത്തരവിലെ പരാമർശം കേസിന്റെ വിചാരണയെ അടക്കം ബാധിക്കുമെന്ന് വിലയിരുത്തൽ. എന്നാൽ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകാൻ ആലോചനയില്ല. CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാംഗവുമായ PR അരവിന്ദാക്ഷൻ, ബാങ്കിലെ മുൻ അക്കൗണ്ടന്റ് CK ജിൽസ് എന്നിവർക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശമുള്ളത്. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന നിരീക്ഷണത്തിനെതിരെയാണ് ഇഡി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഈ പരാമർശം ഉത്തരവിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ കീഴ്ക്കോടതിയിലെ വിചാരണയെ അടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജാമ്യം നൽകാനുള്ള കാരണങ്ങൾക്കും അപ്പുറത്ത് വിചാരണ ഇതേവരെ തുടങ്ങിയിട്ടില്ലാത്ത കേസിലേക്ക് കടന്ന് കോടതി പരാമർശം നടത്തിയത് ഇത് വിചാരണയിലടക്കം തെറ്റായ മുൻധാരണകൾ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന് ഇഡി ചൂണ്ടിക്കാട്ടും. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41 വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 72.51% പോളിംഗ് രേഖപ്പെടുത്തി. 831 വോട്ടർമാരിൽ 603 പേർ വോട്ട് രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് TD വെങ്കിടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. BJP സ്ഥാനാർത്ഥിയായി ഗീതാറാണിയും UDF സ്ഥാനാർത്ഥിയായി PU സുരേഷ് കുമാറും LDF സ്ഥാനാർത്ഥിയായി GS സുരേഷുമാണ് മത്സരരംഗത്തുള്ളത്. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 73.3% പോളിംഗ് രേഖപ്പെടുത്തി. തൃപ്രയാർ AUP സ്കൂളിലെ 2 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. വാർഡിലെ 1516-ൽ 1107 പേർ വോട്ട് രേഖപ്പെടുത്തി. വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ബുധനാഴ്ച 10-ന് നാട്ടിക പഞ്ചായത്ത് ഹാളിൽ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കും. കുന്നംകുളം ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പൂശപ്പള്ളിയിൽ 3ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 83% പോളിംഗ് നടന്നു. 1029 വോട്ടർമാരിൽ 852 പേർ വോട്ട് ചെയ്തു. കുന്നംകുളം ചൊവ്വന്നൂർ മാർത്തോമ LP സ്കൂളിലും കുന്നംകുളം മരത്തങ്കോട് ബ്ലോഗിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലുമാണ് പോളിംഗ് നടന്നത്. ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച. വ്രതപുണ്യം തേടി 10,000-ങ്ങളാണ് ഗുരുഭവനപുരിയിലെത്തുക. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ഏകാദശിയോടെ കഴിഞ്ഞൊരു മാസമായി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും. ഉദയാസ്തമന പൂജയോടെ ഗുരുവായൂർ ദേവസ്വം വകയാണ് വിളക്കാഘോഷം. ക്ഷേത്രത്തിൽ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉദയാസ്തമന പൂജ നടക്കുന്നത്. രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. സന്ധ്യയ്ക്ക് നാമജപ ഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പുമുണ്ടാകും. ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് പ്രസാദ ഊട്ട് നൽകും. ഏകാദശി വ്രത പൂർണ്ണതയ്ക്ക് വ്യാഴാഴ്ച ദ്വാദശി പണ സമർപ്പണം നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക. ഏകാദശിയോടനുബന്ധിച്ച് ചാവക്കാട് താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ദശമി ദിനത്തിൽ ചെമ്പൈ സംഗീത മണ്ഡപത്തെ ആനന്ദത്തിലാറാടിച്ച് ഘനരാഗ പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മാധുര്യമായി 1 മണിക്കൂറോളം നീണ്ടുനിന്ന പഞ്ചരത്ന കീർത്തനങ്ങൾ ആസ്വാദക മനസ്സുകളെ സംഗീതസാന്ദ്രമാക്കി. ചെമ്പൈ സംഗീതോത്സവ വേദിയായ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ശ്രീ ഗണപതിയും എന്ന സൗരാഷ്ട്ര രാഗത്തിലുള്ള ഗണപതി സ്തുതിയോടെയാണ് പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത്. തുടർന്ന് ജഗദാനന്ദ കാരക എന്ന നാട്ടരാഗത്തിലുള്ള കീർത്തനം ആദിതാളത്തിലും, ഗൗളരാഗത്തിൽ ദുഡു കുഗലയും, ആരബി രാഗത്തിൽ സാദിൻ ചെനെ എന്നീ കീർത്തനങ്ങളും ആലപിച്ചു. എന്തരോ മഹാനുഭാവലു എന്ന ശ്രീരാഗത്തിലുള്ള അതിപ്രശസ്തമായ കീർത്തനത്തോടെയാണ് സമാപിച്ചത്. ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമായി തിങ്ങി നിറഞ്ഞ സദസ്സ് ഒന്നാകെ താളമിട്ടും കൂടെ പാടിയും കീർത്തനത്തിനൊപ്പം ചേർന്നു. ചെമ്പൈ സംഗീതോത്സവ വേദിയെ 1 മണിക്കൂറോളം പാട്ടിൻ്റെ പാലാഴിയാക്കിയാണ് പഞ്ചരത്ന കീർത്തനാലാപനം സമാപിച്ചത്. ചേപ്പാട് AE വാമനൻ നമ്പൂതിരി, ആനയടി പ്രസാദ്, ഡോക്ടർ ഗുരുവായൂർ K മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നീ സംഗീതജ്ഞർ വായ്പാട്ടിൽ അണിനിരന്നു. പുല്ലാങ്കുഴലിൽ ഡോക്ടർ P പത്മേഷ്, G ശ്രീനാഥ് എന്നിവരും, വയലിനിൽ തിരുവിഴ ശിവാനന്ദൻ, തിരുവിഴ വിജു S ആനന്ദ് തുടങ്ങിയവരും, പ്രൊഫസർ വൈക്കം PS വേണുഗോപാൽ, N ഹരി, കുഴൽമന്ദം G രാമകൃഷ്ണൻ എന്നിവർ മൃദംഗത്തിലും, ജ്യോതിദാസ് ഗുരുവായൂർ ഇടക്കയിലുമായി പക്കമേളമൊരുക്കി. NK അക്ബർ MLA, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്,
KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ മുൻനിരയിൽ അണിനിരന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പാലിച്ച് ഗുരുവായൂർ കേശവൻ അനുസ്മരണം നടന്നു. ഗജരാജൻ ഗുരുവായൂർ കേശവനെ ദേവസ്വത്തിലെ കൊമ്പന്മാർ പ്രണാമമർപ്പിച്ചു. രാവിലെ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഗജഘോഷയാത്ര ആരംഭിച്ചു. ദേവസ്വം കൊമ്പൻ ഇന്ദ്രസൻ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റി. കൊമ്പൻ ബൽറാം, കൊമ്പൻ വലിയ വിഷ്ണു ഉൾപ്പെടെ 5 ഗജവീരന്മാർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി കൊമ്പന്മാർ ഗുരുവായൂർ ക്ഷേത്രം വഴി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെത്തി. ദേവസ്വത്തിലെ അക്ഷയ കൃഷ്ണൻ, ഗോപികണ്ണൻ, വിനായകൻ, പീതാംബരൻ, ദേവി എന്നീ ആനകളുമായി ചേർന്ന് കേശവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരന്നു. കൊമ്പൻ ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി പ്രണാമമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവരും കേശവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ആനകളും ആളുകളും തമ്മിലുള്ള അകലം പാലിക്കാൻ കയർ കെട്ടി തിരിച്ചിരുന്നു. TCV, ഗുരുവായൂർ. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. രാവിലെ 6 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 2 മണിവരെ VIP ദർശനം അനുവദിക്കില്ല. പ്രദക്ഷിണം, ശയന പ്രദക്ഷിണം, ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. പ്രദേശവാസികൾക്കും മുതിർന്ന പൌരന്മാർക്കുമുള്ള വരികൾ രാവിലെ 5 മണിക്ക് അവസാനിപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് അക്ഷരശ്ലോക മത്സരം നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. തന്ത്രി കുടുംബത്തിലെ ചില അംഗങ്ങളാണ് ദേവസ്വം ഭരണസമിതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉദയാസ്തമന പൂജ മാറ്റുന്നത് ആചാര ലംഘനമാണെന്ന് ഹർജിയിൽ പറയുന്നു. വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിൽ നടത്താറുള്ള ഉദയാസ്തമന പൂജ ദേവസ്വം നേരിട്ടാണ് നടത്താറുള്ളത്. തിരക്ക് കണക്കിലെടുത്ത് ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കാനാണ് ഉദയാസ്തമന പൂജ മാറ്റിയതെന്നാണ് ദേവസ്വം ഭരണസമിതിയുടെ നിലപാട്. ഇതേ തുടർന്ന് ഉദയാസ്തമന പൂജ നവംബർ 12 നടത്തിയിരുന്നു. ദേവസ്വം ഭരണസമിതി തീരുമാനത്തിൽ ഇടപെടാനാവില്ലെന്നാണ് ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് തന്ത്രി കുടുംബത്തിലെ ചില അംഗങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രസിദ്ധമായ തിരുവില്ലാമല പുനർജനി നൂഴൽ ബുധനാഴ്ച. ഗുരുവായൂർ ഏകാദശി ദിവസമായ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് പുനർജനി നൂഴൽ നടക്കുന്നത്. പുലർച്ചെ 3:30 തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെ പൂജാരിയും സംഘവും പുനർജനിയിലെത്തും. ഗുഹാമുഖത്തെ പൂജകൾക്ക് ശേഷം ഒരു നെല്ലിക്ക ഗുഹയിലേക്കിടും. അതിനുശേഷമാണ് നൂഴൽ നടക്കുക. ഒരു തവണ പുനർജനി നൂഴ്ന്നു കയറിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടുമെന്നാണ് വിശ്വാസം. ക്ഷത്രിയരെ നിഗ്രഹം ചെയ്ത പാപം തീർക്കാൻ പരശുരാമനും കൗരവരെ വധിച്ച പാപമോക്ഷത്തിനായി പാണ്ഡവരും ഇവിടെ എത്തിയെന്നാണ് ഐതിഹ്യം. പാപമോചനം തേടി ആയിരക്കണക്കിന് ആളുകളാണ് തിരുവില്ലാമലയിൽ എത്തുക. സ്ത്രീകൾ പുനർജനി നൂഴൽ നടത്താറില്ല. ഒരാൾ പൊക്കമുള്ളതാണ് ഗുഹാമുഖം. ഗുഹ നൂഴ്ന്ന് പുറത്തെത്താൻ 3/4 മണിക്കൂർ സമയമെടുക്കും. പുനർജനി നൂഴുന്ന ദിവസം മാത്രമേ ആളുകൾ തിരുവില്ലാമലയിലെ കാടിനുള്ളിൽ കയറാറുള്ളൂ. വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കാട്ടിലേക്ക് മറ്റു ദിവസങ്ങളിൽ പ്രവേശനമില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവില്ലാമല പഞ്ചായത്തും സേവാഭാരതിയും വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത്. TCV, ചേലക്കര. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തമിഴ്നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം പച്ചക്കറി ലഭ്യത കുറഞ്ഞത് വിപണിയെ ബാധിച്ചു. മണ്ഡലകാലമായതിനാൽ പച്ചക്കറി ഉപഭോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ കിലോയ്ക്ക് 300 രൂപയ്ക്ക് മുകളിലാണ് വില. 2 മാസം മുമ്പ് കിലോയ്ക്ക് 40 രൂപയായിരുന്നു വില. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എന്നിവയ്ക്ക് കിലോയ്ക്ക് 80 രൂപയിലെത്തി. തക്കാളി, പച്ചക്കായ എന്നിവയ്ക്കും വിലയേറിയിട്ടുണ്ട്. 1 മാസം മുമ്പ് കിലോവിന് 40 രൂപയുണ്ടായിരുന്ന നേന്ത്രപ്പഴത്തിനും വില കൂടി. നിലവിൽ 70 രൂപയാണ് 1 കിലോ നേന്ത്രപ്പഴത്തിന്റെ വില. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടികൂടി. രപ്തിസാഗർ എക്സ്പ്രസിൽ നിന്നാണ് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ സംഘവും സംയുക്തമായി കഞ്ചാവ് പിടികൂടിയത്. ഗോരഖ്പൂരിൽ തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന രപ്തിസാഗർ എക്സ്പ്രസിലെ AC കോച്ചിലെ ബാത്റൂമിന് സമീപത്തു നിന്നാണ് ഷോൾഡർ ബാഗിൽ 1 കിലോ തൂക്കം വരുന്ന 5 പാക്കറ്റുകളിലായി 5 കിലോ 200 ഗ്രാം കഞ്ചാവ് പിടിച്ചത്. പ്രതികൾക്കായി ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി കുന്നുമ്മൽ വീട്ടിൽ നൌഷാദ് എന്ന സത്യവേലാണ് കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റിലായത്. മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ഈ മാസം 4-ന് പുലർച്ചെ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വേലുപ്പാടം സ്വദേശിയുടെ ബൈക്ക് മോഷണം പോയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് ബൈക്ക് കാണാതായത്. പുതുക്കാട് SHO വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട ആൾ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ചളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ അജ്മലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഇയാളെ 6 മാസക്കാലത്തേക്ക് കാപ്പ ചുമത്തി നാടുകടത്തിയത്. കാപ്പ ലംഘിച്ച് 3 പീടിക സ്വദേശി പുഴങ്കരയിലത്ത് മുസ്തഫയുടെ വീട്ടിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. താമസ സൌകര്യം ഒരുക്കിയതിന് മുസ്തഫയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SIമാരായ KS സൂരജ്, ജെയ്സൺ, CPO ഫാറൂഖ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ജോബി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശി പോത്താമ്പറമ്പിൽ മനുവിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 6-ാം തീയതിയാണ് 3 പീടികയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 9 ഗ്രാമിലധികം തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ച് 50,000 രൂപ തട്ടിയെടുത്തത്. കയ്പമംഗലം SI KS സൂരജ്, ജെയ്സൺ, ഫാറൂഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മനക്കൊടിയിൽ അജ്ഞാത വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് വഴിയിൽ കിടന്നിരുന്ന നായക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ 2 യുവാക്കൾ നടത്തിയ ശ്രമം വിജയിക്കാതിരുന്നത് നൊമ്പരമായി. ശനിയാഴ്ച രാവിലെ മനക്കൊടി തെക്കുമുറിയിൽ വെച്ചായിരുന്നു അപകടം. ജീവന് വേണ്ടി പിടയുന്ന പട്ടിക്കുട്ടി അതുവഴി വന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയും ഒളരിയിലെ വ്യാപാര സ്ഥാപനത്തിലെ ഡ്രൈവറുമായ KV അജിത്തിന്റെ ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത്. കടയിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു അജിത്ത്. പട്ടിക്കുട്ടിയെ കയ്യിലെടുത്ത് ഉപേക്ഷിക്കാൻ മനസ്സ് വരാതെ പകച്ചു നിന്ന അജിത്തിനരികിലേക്ക് വാർഡംഗം K രാകേഷ് സഹായത്തിനെത്തി. ഇരുവരും കൂടി പട്ടിക്കുട്ടിയെ ഹാർഡ്ബോർഡ് പെട്ടിയിലാക്കി ഓട്ടോയിൽ കൊക്കാലയിലെ മൃഗാശുപത്രിയിൽ എത്തിച്ചു. പട്ടിക്കുട്ടിയുടെ താടിയെല്ലിന് കാര്യമായ പരിക്കേറ്റുവെന്ന് എക്സ്റേയിൽ കണ്ടെത്തി. തുടർന്ന് ഇഞ്ചക്ഷനും മറ്റു മരുന്നുകളും നൽകിയ ശേഷം പട്ടിക്കുട്ടിയെ അജിത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചാഴൂരിലെ വീട്ടിലെത്തിക്കുകയായിരുന്നു. അമ്മ ബിന്ദുവും ഭാര്യ ഷാലുവും കൂടി പട്ടിക്കുട്ടിയെ മരുന്ന് നൽകി പരിചരിച്ചുവെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ ചത്തു. രക്ഷിക്കാനായില്ലെങ്കിലും ആ കുരുന്നു മിണ്ടാപ്രാണിയോട് യുവാക്കൾ കാണിച്ച സഹാനുഭൂതിയും കരുതലും സഹജീവി സ്നേഹത്തിന്റെ വേറിട്ട മാതൃകയായി. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്തെ BSNL ഇന്റർനെറ്റ് ബന്ധം ചൊവ്വാഴ്ച തകരാറിലായത് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ വലച്ചു. 4G സേവനങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം കേന്ദ്രീകരിച്ച അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ചൊവ്വാഴ്ച ഉച്ച മുതൽ BSNL ഇന്റർനെറ്റ് ബന്ധം തടസ്സപ്പെടുകയായിരുന്നു. ഇന്റർനെറ്റ് ഇല്ലാത്തതിനാൽ ഓൺലൈൻ ഇടപാടുകളൊന്നും നടത്താൻ കഴിയാതെ ജനങ്ങൾ വലഞ്ഞു. പെട്രോൾ പമ്പുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഓൺലൈൻ വഴി പണം അടയ്ക്കുന്നവരാണ് ഏറെ വലഞ്ഞത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ BSNL കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടപ്പോഴും മറുപടി കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഏതാനും ആഴ്ചകളായി BSNL ഇന്റർനെറ്റ് സേവനങ്ങൾ ഭാഗികമായ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ചൊവ്വാഴ്ച പൂർണ്ണമായി ഇല്ലാതാവുകയായിരുന്നു. മുൻമന്ത്രി CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷിക അനുസ്മരണ യോഗം തൃശൂർ DCC ഓഫീസിൽ നടന്നു. CN ബാലകൃഷ്ണന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ MLA PA മാധവൻ, CB ഗീത, TV ചന്ദ്രമോഹൻ, ജോൺ ഡാനിയേൽ, CO ജേക്കബ്, CC ശ്രീകുമാർ, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിലെ ഓട്ടം സൈക്ലിംഗ് നീന്തൽ കൂട്ടായ്മയായ എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ ഫെബ്രുവരി 16-ന് സംഘടിപ്പിക്കുന്ന കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിന്റെ ലോഗോ പ്രകാശനം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഹാർദിക് മീണ, SI MP വിനയചന്ദ്രൻ, EAT പ്രതിനിധികളായ റീമോൻ ആന്റണി, OS സ്വപ്ന തുടങ്ങിയവർ സന്നിഹിതരായി. കായിക രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും പ്രമുഖർ മാരത്തോണിന്റെ ഭാഗമാകും. സാഹിത്യ സാംസ്കാരിക സംഘടനയായ സഹൃദയവേദിയുടെ 58ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള അവാർഡ് സമർപ്പണം തൃശൂരിൽ നടന്നു.
സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന അവാർഡ് സമർപ്പണ സമ്മേളനം മുൻ ചീഫ് സെക്രട്ടറി ഇ.കെ. ഭരത് ഭൂഷൺ ഉദ്ഘാടനം ചെയ്തു. സഹൃദയവേദി പ്രസിഡന്റ് ഡോക്ടർ പി.എൻ. വിജയകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി ബേബി മൂക്കൻ, ജോയിന്റ് സെക്രട്ടറി നന്ദകുമാർ ആലത്ത്, ട്രഷറർ രവി പുഷ്പഗിരി, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി.എ. വർഗീസ്, കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി.എൻ. നാരായൺ, ഉണ്ണികൃഷ്ണൻ പുലരി, എം.ആർ. വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബാക്കി ജീവിതകാലം ഞാൻ അതിനേതായാലും ഒരു ഒപ്പിട്ടില്ല. CPM തൃശൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തെക്കേ ഗോപുരനടയിൽ മെഗാ തിരുവാതിര അരങ്ങേറി. 10 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായ സ്ത്രീകളും കുട്ടികളും അടക്കം 400ഓളം പേർ തിരുവാതിര ചുവടുകളുമായി അണിനിരന്നു. മുൻ MLA-മാരായ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, M.K. കണ്ണൻ, CPM ഏരിയ സെക്രട്ടറി കെ രവീന്ദ്രൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P.K. ഷാജൻ, P.A. പുരുഷോത്തമൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 16, 17, 18 തീയതികളിൽ പാട്ടരാക്കിലാണ് കല്ലൂരിയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു. ആസാം സ്വദേശി 18 വയസ്സുള്ള സദാം ഹുസൈനാണ് മരിച്ചത്. അന്നമനടയിൽ നിന്ന് കല്ലൂരിലേക്ക് പണി കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. വിയ്യൂർ കൊട്ടേക്കാട് പള്ളിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് തീപിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ പേരാമംഗലം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ ഇയാളെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് അശ്ലീല വീഡിയോകൾ കാണിച്ച് ലൈംഗികാതിക്രമം നടത്തിയയാൾ അറസ്റ്റിലായി. അയ്യന്തോൾ സ്വദേശി കുന്നമത്ത് വീട്ടിൽ ദേവരാജനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സർക്കാർ സ്കൂളിലെ പാർട്ട് ടൈം സ്വീപ്പറാണ് പ്രതി. 4ഓളം പെൺകുട്ടികൾക്ക് നേരെയാണ് പ്രതി അതിക്രമം നടത്തിയത്. വിദ്യാർത്ഥിനികൾ രക്ഷിതാക്കളോട് വിവരം അറിയിച്ചതിനെ തുടർന്ന് അധ്യാപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. SI കെ അജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7195 രൂപ, പവന് 57,560 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരങ്ങളും ഉത്സവാഘോഷങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഉപവാസം സംഘടിപ്പിച്ചു. ആനെഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിൽ ഉത്തരവിട്ട ജഡ്ജിമാർക്കെതിരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പൂരപ്രേമി സംഘം പരാതി നൽകി. തൃശൂർ ശക്തൻ നഗറിൽ പുനഃസ്ഥാപിച്ച ശക്തൻ തമ്പുരാന്റെ പ്രതിമയുടെ അനാച്ഛാദനം വൈകുന്നു. പുനഃസ്ഥാപിച്ചിട്ട് 1 മാസമായിട്ടും പ്രതിമ മൂടിക്കെട്ടിയ നിലയിൽ തന്നെ. അത് ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് തെറ്റായിട്ട് വരുന്നത്? എങ്ങനെയാണ് ഞാൻ ഇടതുപക്ഷ വിരുദ്ധനാവുന്നത്? എങ്ങനെയാണ് നിക്ഷിപ്ത താല്പര്യക്കാരനാവേണ്ടത്? അതിന് ഉത്തരമാണ് നമ്മൾ ചോദിക്കുന്നത്. സാംസ്കാരിക സ്ഥാപനങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇറ്റ്ഫോക് മാറ്റിവെച്ചതിൽ എതിർപ്പ്. എതിർക്കുന്നവരെ ഇടതുവിരുദ്ധരായി ചിത്രീകരിക്കുന്നതായി ആക്ഷേപം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വീണ്ടും ഇഡിയുടെ പരിശോധന. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവരെടുത്ത ലോണിന്റെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചു. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. ഏകാദശിക്കൊരുങ്ങി ഗുരുഭവനപുരി. പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മധുരമായി. ചാവക്കാട് താലൂക്ക് പരിധിയിൽ ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവില്ലാമല പുനർജനി നൂടൽ നാളെ. പാപമോചനം തേടി ആയിരക്കണക്കിന് ആളുകൾ തിരുവില്ലാമലയിലെത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.